മുതൽ നമുക്ക് നമ്മുടെ 6ാമത്തെ ചാപ്റ്റർ പഠിച്ചു തുടങ്ങാം. നമ്മുടെ 6th ചാപ്റ്ററിന്റെ പേര് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് യൂസിങ് ജാവാസ്ക്രിപ്റ്റ് ആണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ 6ാമത്തെ ചാപ്റ്ററിൽ എത്തി നിൽക്കുമ്പോൾ നമുക്ക് വളരെ നന്നായിട്ട് അറിയാം ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു വെബ് പേജ് എങ്ങനെയാ ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടതെന്ന്, അല്ലേ? അപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന വെബ് പേജിൽ ഏതെല്ലാം രൂപത്തിലുള്ള ഇൻഫർമേഷൻസ് ഇൻക്ലൂഡ് ചെയ്യാനാണ് ഇപ്പം നമുക്ക് സാധിക്കുക? ടെക്സ്റ്റൽ രൂപത്തിലുള്ളത്, ഇമേജ് രൂപത്തിലുള്ളത്, ഓഡിയോ വീഡിയോ രൂപത്തിലുള്ളത്, ടാബുലാർ ഫോമിലുള്ളത്, ഇനി യൂസറിന്റെ കയ്യിൽ നിന്ന് ഇൻഫർമേഷൻസ് വാങ്ങിയെടുക്കാൻ ഉതകുന്ന ഫോമുകൾ, അല്ലെ? ഇവയൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് മനോഹരമായിട്ടുള്ള ഒരു വെബ് പേജ് റെഡിയാക്കാനാണ് നമ്മളെ കൊണ്ട് നിലവിൽ സാധിക്കുന്നത്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ വിസിറ്റ് ചെയ്യുന്ന വെബ്സൈറ്റുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഈ ഫീച്ചേഴ്സ് മാത്രമാണോ ഉള്ളത്? അല്ല, നമുക്ക് പരിചിതമല്ലാത്ത അനേകം സവിശേഷതകൾ ഓരോ വെബ് പേജിലും അടങ്ങിയിട്ടുണ്ട്. അതുപോലത്തെ വെബ് പേജുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകളെ കുറിച്ച് നമുക്ക് അറിവുണ്ടായിരിക്കണം. നമ്മൾ നമ്മുടെ 4th ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്നാൽ എന്തെന്നും. സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകളെ 2 കാറ്റഗറി ആയിട്ട് തിരിച്ചു വെച്ചിട്ടുണ്ട്. ഏതൊക്കെയാ 2 കാറ്റഗറി? ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്നും സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. അതിൽ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്താ, സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്താന്ന് ഏകദേശം ഒരു ധാരണയുണ്ട്, അല്ലേ? അപ്പോൾ ഒന്നും കൂടി ആ ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടിയിട്ട് എന്താ ക്ലയന്റ് സൈഡ്, എന്താ സെർവർ സൈഡ് എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ഇന്റർനെറ്റിന്റെ പ്രത്യേകത എന്താ? ഇന്റർനെറ്റ് ഏതിനെ ബേസ് ചെയ്താ വർക്ക് ചെയ്യുന്നത്? ക്ലയന്റ് സെർവർ ആർക്കിടെക്ചർ അനുസരിച്ച് വർക്ക് ചെയ്യുന്ന ആളാ നമ്മുടെ ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. ഇനി ഇന്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വെബ്സൈറ്റുകൾ വിസിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഇപ്പൊ ചെറിയൊരു എക്സാമ്പിളിന് facebook.com നമുക്കൊന്ന് വിസിറ്റ് ചെയ്യണം. നമ്മൾ എന്നാ ചെയ്യും? ഒന്നില്ല നമ്മുടെ മൊബൈൽ ഉപയോഗിക്കും, അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചായിരിക്കും നമ്മൾ ഈ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുപോലെ ഫേസ്ബുക്കിന്റെ സൈഡിലും ഒരു ഡിവൈസ് ഉണ്ടാകും. അതായത് ഈ വെബ് പേജുകളെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഇത്തിരി പവർഫുൾ ആയിട്ടുള്ള ഒരു ഡിവൈസ് ഫേസ്ബുക്കിന്റെ സൈഡിലുണ്ടാകും. അപ്പൊ നമ്മുടെ സൈഡിലുള്ള നമ്മുടെ മൊബൈൽ ഫോണിനെ അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിനെ ക്ലയന്റ് എന്ന് നമുക്ക് വിളിക്കാം. ഇനി ഫേസ്ബുക്കിന്റെ സൈഡിലുള്ള ഫേസ്ബുക്കിന്റെ വെബ്സൈറ്റിനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ പവർഫുൾ ആയിട്ടുള്ള മെഷീനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? സെർവർ എന്ന് വിളിക്കാം. ഇനി ഇത്തിരിയും കൂടി ഒന്ന് കടന്നാലോചിച്ചാൽ നമുക്ക് നമ്മുടെ ഈ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഈ facebook.com എന്ന് പറയുന്ന സൈറ്റ് ആക്സസ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആരാ? ആ സൈറ്റിനെ വിസിറ്റ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാ? ഒരു ബ്രൗസർ സോഫ്റ്റ്വെയർ ആണ്, അല്ലെ? അപ്പൊ ഈ ബ്രൗസർ സോഫ്റ്റ്വെയറിന്റെ ഉള്ളില് എക്സിക്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകളെയാണ് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്ന് വിളിക്കുക. ഇനി സെർവറിന്റെ സൈഡിൽ, അതായത് ആ ഫേസ്ബുക്ക് ആണ് എക്സാമ്പിൾ എങ്കിൽ ആ ഫേസ്ബുക്കിന്റെ സെർവർ ഉണ്ട്. ആ സെർവറിന്റെ അകത്ത് എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നതായിട്ടുള്ള പ്രോഗ്രാമുകളുണ്ട് അല്ലെങ്കിൽ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകളുണ്ട്. അവയെയാണ് നമ്മൾ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്ന് വിളിക്കുക. ഇനി 4ാമത്തെ ചാപ്റ്ററിൽ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകൾക്ക് എക്സാമ്പിൾ, സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകൾക്ക് എക്സാമ്പിളൊക്കെ നമ്മൾ കണ്ടിരുന്നു, അല്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആയ ജാവാസ്ക്രിപ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ ഡീപ്പായിട്ടൊന്നും നമുക്ക് ജാവാസ്ക്രിപ്റ്റിനെ കുറിച്ച് പഠിക്കാനില്ല. അപ്പോൾ ജാവാസ്ക്രിപ്റ്റിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ ആഴത്തിൽ പഠിക്കാനുണ്ട്, പക്ഷെ നമുക്കങ്ങനെ ആഴത്തിൽ പഠിക്കാനില്ല. ഒന്ന് പതുക്കെ തൊട്ട് തലോടിയേ നമ്മൾ ഈ ചാപ്റ്ററിൽ പോകുന്നുള്ളൂ. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. C++ നമുക്ക് അറിയാവുന്നത് കൊണ്ട് ജാവാസ്ക്രിപ്റ്റ് പഠിച്ചെടുക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. C++ന്റെ സിൻടാക്സും കാര്യങ്ങളൊക്കെയാണ് ജാവാസ്ക്രിപ്റ്റ് ഏകദേശം ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ജാവാസ്ക്രിപ്റ്റിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ 1ാമത്തെ പോയിന്റ് ആയിട്ട് നമുക്കിപ്പോൾ അറിയാം ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. ഇനി ജാവാസ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്തെടുത്ത ആരാന്നറിയാവോ? ബ്രെൻഡൻ ഇച്ച് എന്ന് പറയുന്ന ആളാണ് ജാവാസ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്തെടുത്തത്. അപ്പൊ ഏറ്റവും ആദ്യ കാലങ്ങളിൽ നമുക്കറിയാം ജാവാസ്ക്രിപ്റ്റ് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അല്ലെ? അപ്പൊ അത് ആരുടെ ഉള്ളിലായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക? നമ്മുടെ ബ്രൗസറിന്റെ ഉള്ളിലായിരിക്കും അത് എക്സിക്യൂട്ട് ചെയ്യണേ. അപ്പൊ ഏറ്റവും ആദ്യ കാലങ്ങളിൽ ഈ ബ്രെൻഡൻ ഇച്ച് നെറ്റ്സ്കേപ്പ് ബ്രൗസറിന് വേണ്ടിയിട്ടാണ് ജാവാസ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്തെടുത്തത്. പക്ഷെ ഇപ്പോഴുണ്ടല്ലോ ലോകത്തുള്ള മിക്കവാറും എല്ലാ ബ്രൗസേഴ്സും ഈ ജാവാസ്ക്രിപ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതാണ് അതിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. ഇനി ജാവാസ്ക്രിപ്റ്റിന്റെ മറ്റൊരു പ്രത്യേകത, ഇത് കേസ് സെൻസിറ്റീവ് ലാംഗ്വേജ് ആണ്. കേസ് സെൻസിറ്റീവ് ലാംഗ്വേജ് എന്ന് വെച്ചാൽ എന്താ? ക്യാപിറ്റൽ ലെറ്ററിനെ ക്യാപിറ്റൽ ലെറ്റർ ആയിട്ടും സ്മോൾ ലെറ്ററിനെ സ്മോൾ ലെറ്റർ ആയിട്ടും കൺസിഡർ ചെയ്യും. നമ്മുടെ HTML പ്രത്യേകത എന്താ? കേസ് സെൻസിറ്റീവ് ആണോ? അല്ല. C++ന്റെ പ്രത്യേകത എന്താ?
കേസ് സെൻസിറ്റീവ് ആണ് അല്ലേ. അപ്പൊ ഈ ജാവാസ്ക്രിപ്റ്റിൽ C++നെ പോലെ തന്നെ കീവേഡുകളും കാര്യങ്ങളും ഒക്കെ ലോവർ കേസ് സ്മോൾ ലെറ്റേഴ്സിൽ തന്നെയാണ് നമ്മൾ എഴുതുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയൊന്ന് നോക്കി നോക്കാം. JavaScript is a client-side scripting language. JavaScript was developed by Brendan H. ആർക്ക് വേണ്ടിയിട്ട്? For Netscape browser. Now, almost all the browsers in the world supports JavaScript. It is a case-sensitive scripting language. JavaScript keywords are in lowercase letters. ഇനിയുണ്ടല്ലോ, കീവേഡുകൾ മാത്രമല്ല നമുക്കുള്ളത്, ഐഡന്റിഫയേഴ്സ് ഉണ്ട്, ഫംഗ്ഷനുകളുണ്ട്, അതുപോലെ യൂസർ കൊടുക്കുന്ന പേരുകളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ജാവാസ്ക്രിപ്റ്റിൽ സാധാരണ യൂസർ ഐഡന്റിഫയേഴ്സിന് പേര് കൊടുക്കുന്ന പ്രത്യേക ഒരു നെയിമിംഗ് കാറ്റഗറിയാണ്, നെയിമിംഗ് കൺവെൻഷനാണ് യൂസ് ചെയ്യുന്നത്. അതിനെ ക്യാമൽ കേസ് എന്ന് വിളിക്കും. അപ്പൊ പുതിയതായിട്ട് ഒരു പേര് കേൾക്കുന്നതാണ്, ഒന്ന് മനസ്സിൽ കുറിച്ചു വെച്ചോളുക. അപ്പൊ ജാവാസ്ക്രിപ്റ്റിന്റെ അകത്ത് ഐഡന്റിഫയേഴ്സ്, ഫങ്ഷൻസ് ഇവയ്ക്കൊക്കെ പേര് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു നെയിമിംഗ് കൺവെൻഷനാണ് യൂസ് ചെയ്യുന്നത്. ആ നെയിമിംഗ് കൺവെൻഷന്റെ പേരാണ് ക്യാമൽ കേസ് എന്ന്. അപ്പൊ ക്യാമൽ കേസ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, ഒന്നിലധികം വാക്കുകൾ കൂട്ടിച്ചേർത്തായിരിക്കും നമ്മൾ പേര് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഒരു സിംഗിൾ, അതായത് ഇപ്പം എക്സാമ്പിളിന് ഇവിടെ തന്നെ നോക്കിക്കേ, ഫസ്റ്റ് നെയിം, ചെക്ക് ഡാറ്റ, ടോട്ടൽ മാർക്ക്. ഈ ഫസ്റ്റ് നെയിം എന്ന് പറയുന്ന ഒരു സിംഗിൾ വേർഡ്, ഫസ്റ്റ് എന്ന് പറയുന്ന വേർഡും നെയിം എന്ന് പറയുന്ന വേർഡോടെ കമ്പൈൻ ചെയ്ത ഫസ്റ്റ് നെയിം ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെ. ചെക്ക് ഡാറ്റയോ, ചെക്ക് എന്ന് പറയുന്ന വേർഡും ഡാറ്റ എന്ന് പറയുന്ന വേർഡും കൂടി കമ്പൈൻ ചെയ്ത ചെക്ക് ഡാറ്റ ഉണ്ടാക്കിയേക്കുന്നത്. ടോട്ടൽ മാർക്കോ, ടോട്ടൽ എന്ന് പറയുന്ന വേർഡും മാർക്ക് എന്ന് പറയുന്ന വേർഡും കമ്പൈൻ ചെയ്ത. അപ്പോൾ ഒന്നിലധികം വേർഡ്സ് കമ്പൈൻ ചെയ്തൊരു സിംഗിൾ വേർഡായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമോ, അത്തരത്തിൽപ്പെട്ട കൺവെൻഷനെ നമ്മൾ എന്തെന്ന് വിളിക്കുക? ക്യാമൽ കേസ് എന്ന് വിളിക്കുക. ഇനി ഈ ക്യാമൽ കേസിനും ഉണ്ട് അപ്പർ ക്യാമൽ കേസും ഉണ്ട്, ലോവർ ക്യാമൽ കേസും ഉണ്ട്. അപ്പർ ക്യാമൽ കേസ് എന്ന് വെച്ചാൽ എന്നാണെന്നറിയാവോ, നമ്മളിങ്ങനെ കൂട്ടി യോജിപ്പിക്കുന്ന വാക്കുകളില്ലേ, അതിൽ ഓരോ വേർഡിന്റെയും ഫസ്റ്റ് ലെറ്റേഴ്സ് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതി വെക്കുവാണെങ്കിൽ അതിനെ അപ്പർ ക്യാമൽ കേസ് എന്ന് വിളിക്കും. ഇനി ലോവർ ക്യാമൽ കേസ് എന്ന് വെച്ചാൽ നമ്മൾ കമ്പൈൻ ചെയ്യുന്ന വേർഡ്സിൽ ഫസ്റ്റ് വേർഡിന്റെ ഫസ്റ്റ് ലെറ്റർ മാത്രം സ്മോൾ ലെറ്റർ ആയിരിക്കും, ബാക്കിയൊക്കെ, അതായത് ബാക്കി വേർഡിന്റെ സ്റ്റാർട്ടിംഗ് ലെറ്റേഴ്സ് എല്ലാം ക്യാപിറ്റലും ആയിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ലോവർ ക്യാമൽ കേസ് എന്ന് വിളിക്കും. അപ്പർ ക്യാമൽ കേസിന് എക്സാമ്പിൾ നോക്കിയത് ഫസ്റ്റ് നെയിം, ചെക്ക് ഡാറ്റ, ടോട്ടൽ മാർക്ക്. അപ്പൊ ഫസ്റ്റ് നെയിം എന്ന് പറയുന്ന രണ്ട് വേർഡോടെ കമ്പൈൻ ചെയ്ത ഫസ്റ്റ് നെയിം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ആ ഓരോ വേർഡിന്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് എങ്ങനെ കൊടുത്തിരിക്കണം? ക്യാപിറ്റൽ ലെറ്റർ കൊടുത്തു വെച്ചിട്ടുണ്ട് എങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? അപ്പർ ക്യാമൽ കേസ് എന്ന് വിളിക്കും. ഇനി ഇത് ലോവർ ആക്കണമെങ്കിൽ എന്നാ ചെയ്താൽ മതി, അതായത് ഫസ്റ്റ് വേർഡിന്റെ സ്റ്റാർട്ടിംഗ് ലെറ്റർ മാത്രം നമ്മൾ എന്താക്കും? സ്മോൾ ആക്കും. സെക്കൻഡ് വേർഡ്, തേർഡ് വേർഡ് ഒക്കെ ഉണ്ടെങ്കിൽ അവയുടെ സ്റ്റാർട്ടിംഗ് ലെറ്റർ എന്നതായിരിക്കണം? ക്യാപിറ്റൽ ലെറ്ററിലും ആയിരിക്കണം. ഇത് നോക്കിയേ, ഫസ്റ്റ് നെയിം എഫ് സ്മോൾ ആണ്, നെയിമിന്റെ എൻ ക്യാപിറ്റൽ ആണ്. ചെക്ക് ഡാറ്റ, സി സ്മോൾ ആണ്, അടുത്ത രണ്ടാമത്തെ വേർഡായ ഡാറ്റയുടെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആണ്. ടോട്ടൽ മാർക്ക്, ഫസ്റ്റ് വേർഡായ ടോട്ടലിന്റെ ഫസ്റ്റ് ലെറ്റർ സ്മോൾ ആണ്, സെക്കൻഡ് വേർഡായ മാർക്കിന്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആണ് അല്ലെ. അപ്പൊ ഏകദേശം ഒരു ധാരണയായി എന്ന് വിചാരിക്കുന്നു. നോക്കിക്കേ, JavaScript generally use camel case for naming identifiers and മെത്തേഡ്സ് ഓർ ഫങ്ഷൻസ്. അപ്പൊ എന്തിനെല്ലാം പേര് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാ? ഐഡന്റിഫയേഴ്സിനും ഫങ്ഷൻസിന്റെ മറ്റൊരു പേരാ മെത്തേഡ്സ്. മെത്തേഡ്സിന് അല്ലെങ്കിൽ ഫങ്ഷൻസിന് പേര് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാ ജാവാസ്ക്രിപ്റ്റ് സാധാരണ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുക, ഏതൊക്കെയാ എക്സാമ്പിൾ? ഫസ്റ്റ് നെയിം, ചെക്ക് ഡാറ്റ, ടോട്ടൽ മാർക്ക്, ഇതൊക്കെ എക്സാമ്പിൾ. അതായത് ഒന്നിലധികം വേർഡുകൾ കൂട്ടിച്ചേർത്തുണ്ടാക്കിയിരിക്കുന്ന തരത്തിൽപ്പെട്ട നെയിമിംഗ് കൺവെൻഷനെ നമ്മൾ വിളിക്കുന്ന വിളിപ്പേരാണ് ക്യാമൽ കേസ്. ഇതിപ്പോ രണ്ട് വേർഡേ കൂട്ടിച്ചേർത്തിട്ടുള്ളൂ, നമുക്ക് രണ്ടല്ല അതിൽ കൂടുതൽ വേർഡുകളൊക്കെ കൂട്ടിച്ചേർക്കാൻ പറ്റും. അപ്പൊ രണ്ടേക്ക് രണ്ട് കാറ്റഗറിയിൽപ്പെട്ടതേ ക്യാമൽ കേസുകൾ ഉള്ളൂ. ഒന്നിലെ അപ്പർ ക്യാമൽ കേസ് ആയിരിക്കും, അല്ലെങ്കിൽ ലോവർ ക്യാമൽ കേസ് ആയിരിക്കും. അപ്പർ ക്യാമൽ കേസ് ആണെങ്കിൽ നമ്മൾ കൂട്ടിച്ചേർക്കുന്ന ഓരോ വേർഡിന്റെയും ഫസ്റ്റ് ലെറ്റേഴ്സ് നിർബന്ധമായിട്ടും ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. ലോവർ ക്യാമൽ കേസ് ആണെങ്കിൽ കൂട്ടിച്ചേർക്കുന്ന ഓരോ വേർഡിലും സ്റ്റാർട്ടിംഗ് വേർഡിന്റെ ഫസ്റ്റ് ലെറ്റർ മാത്രം സ്മോൾ ലെറ്റർ ആയിരിക്കണം, ബാക്കി വേർഡ്സിന്റെ എല്ലാം സ്റ്റാർട്ടിംഗ് ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കണം. അങ്ങനെ മാത്രം ഓർത്താൽ മതി. നോക്കിയേ അടുത്ത്, camel case is a naming convention which is used when a single word is formed
യൂസിങ് മൾട്ടിപ്പിൾ വേർഡ്സ്. എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ഒരു സിംഗിൾ വേർഡ് നമ്മൾ ഫോം ചെയ്യും. എങ്ങനെയാ? ഒന്നിലധികം വേർഡുകളെ കമ്പൈൻ ചെയ്തൊരു സിംഗിൾ വേർഡ് ഫോം ചെയ്യുക. അതിനെയാണ് നമ്മൾ ക്യാമൽ കേസ് എന്ന് പറയുക. വെൻ ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ഈച്ച് വേർഡ് ഈസ് ക്യാപിറ്റലൈസ്ഡ് ഇറ്റ് ഈസ് കോൾഡ് അപ്പർ ക്യാമൽ കേസ്. അപ്പം ഓരോ വേർഡിന്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലൈസ് ചെയ്യുവാണെങ്കിൽ അതിനെ അപ്പർ ക്യാമൽ കേസ് എന്ന് വിളിക്കും. എക്സാമ്പിൾ ദ ഫസ്റ്റ് നെയിം, ചെക്ക് ഡാറ്റ, ടോട്ടൽ മാർക്ക്. ഇനി വെൻ ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ഈച്ച് വേർഡ് എക്സെപ്റ്റ് ദ ഫസ്റ്റ് വേർഡ് ഈസ് ക്യാപിറ്റലൈസ്ഡ്. അപ്പോൾ ഓരോ വേർഡിന്റെ ഫസ്റ്റ് ലെറ്റർ ഏതൊഴികെ, ഫസ്റ്റ് വേർഡിന്റെ ഒഴികെ ബാക്കി എല്ലാ വേർഡ്സിന്റെയും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലൈസ് ചെയ്യുവാണ് എങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ലോവർ ക്യാമൽ കേസ് എന്ന് വിളിക്കും. എക്സാമ്പിൾ ഫസ്റ്റ് നെയിം, ചെക്ക് ഡാറ്റ, ടോട്ടൽ മാർക്ക്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിനെ നമ്മുടെ HTML ഡോക്യുമെന്റിന്റെ അകത്തോട്ടേക്ക് അല്ലെങ്കിൽ ഒരു വെബ് പേജിന്റെ അകത്തോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിനെ നമ്മുടെ വെബ് പേജിന്റെ അകത്തോട്ടേക്ക് അല്ലെങ്കിൽ HTML ഡോക്യുമെന്റിന്റെ അകത്തോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആൾ ആരെന്നും നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ആരാ? സ്ക്രിപ്റ്റ് ടാഗ് ഉപയോഗിച്ചാണ് നമുക്ക് ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിനെ വെബ് പേജിന്റെ അകത്തോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി സ്ക്രിപ്റ്റ് ടാഗ് മാത്രം ഉപയോഗിച്ചാൽ പോരാ, സ്ക്രിപ്റ്റ് ടാഗിന്റെ ആട്രിബ്യൂട്ടായ ലാംഗ്വേജ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഉപയോഗിച്ച് ഏത് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് നമ്മൾ വെബ് പേജിന്റെ അകത്തോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത് എന്ന് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. നമുക്കറിയാം സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ക്ലയന്റ് സൈഡ് ഉണ്ട്, സെർവർ സൈഡ് ഉണ്ട്, അല്ലെ? അപ്പൊ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് തന്നെ ജാവാ സ്ക്രിപ്റ്റ്, VB സ്ക്രിപ്റ്റ് അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ടാവും. സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകളും ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പൊ ദാ സ്ക്രിപ്റ്റ് ടാഗിന്റെ ലാംഗ്വേജ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഉപയോഗിച്ച് ഈ ലാംഗ്വേജ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന് വാല്യൂ ആയിട്ട് വേണം ഏത് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് നമ്മൾ നമ്മുടെ വെബ് പേജിന്റെ അകത്ത് ഉൾപ്പെടുത്താൻ പോകുന്നത് എന്ന് പറഞ്ഞു കൊടുക്കാൻ. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ദ സ്ക്രിപ്റ്റ് ടാഗ് ഈസ് യൂസ്ഡ് ടു ഇൻക്ലൂഡ് സ്ക്രിപ്റ്റിംഗ് കോഡ്സ് ഇൻ ആൻ HTML ഡോക്യുമെന്റ്. അപ്പം ഒരു HTML ഡോക്യുമെന്റിന്റെ അകത്തോട്ടേക്ക് സ്ക്രിപ്റ്റിംഗ് കോഡുകൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ടാഗാണ് സ്ക്രിപ്റ്റ് ടാഗ്. ദ ആട്രിബ്യൂട്ട് ലാംഗ്വേജ് is used to specify the name of the scripting language. അപ്പോൾ ലാംഗ്വേജ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ആണ് ഏത് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് എന്ന് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നത്. ഇഫ് വി ആർ യൂസ് JavaScript as the scripting language, then we have to provide the value JavaScript for the attribute language. അപ്പോൾ ഈ ലാംഗ്വേജ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന വാല്യൂ ഒരു സിംഗിൾ വേർഡ് ആയിട്ട് കൊടുക്കണം. ഇത് സ്മോൾ ലെറ്ററിലോ ക്യാപിറ്റൽ ലെറ്ററിലോ ക്യാമൽ കേസിലോ കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഇനി എങ്ങനെയാ അത് ഉപയോഗിക്കേണ്ട സിൻടാക്സ് എന്നൊന്ന് നോക്കാം. അതായത് നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിനെ നമ്മുടെ വെബ് പേജിന്റെ അകത്തോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യാനുള്ളതിന്റെ സിൻടാക്സ് ആണ് നമ്മൾ എഴുതി വെച്ചേക്കുന്നത്. അതായത് സ്ക്രിപ്റ്റ് ടാഗ് ഉപയോഗിക്കണം. സ്ക്രിപ്റ്റ് ടാഗ് അതിന്റെ ഏത് ആട്രിബ്യൂട്ടും ലാംഗ്വേജ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഉപയോഗിക്കണം. എന്നിട്ട് ഈക്വൽ ടു ഡബിൾ കോട്ട്സിനുള്ളിൽ എന്തെന്ന് കൊടുക്കണം? വാല്യൂ എന്നതായിരിക്കണം? ജാവാസ്ക്രിപ്റ്റ്. ഇവിടെ ക്യാമൽ കേസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ക്യാപിറ്റലോ സ്മോളോ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് സ്ക്രിപ്റ്റ് ടാഗ് എന്ന് പറയുന്ന കണ്ടെയ്നർ ടാഗ് ആണ്. അപ്പൊ ഈ സ്ക്രിപ്റ്റ് ടാഗിനുള്ളിൽ വേണം നമ്മൾ ഇനി ജാവാസ്ക്രിപ്റ്റ് കോഡുകൾ കൊടുക്കാനായിട്ട്. അപ്പൊ ഈ ലാംഗ്വേജ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ്, ഈ സ്ക്രിപ്റ്റ് ടാഗ് ലാംഗ്വേജ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ് എന്ന് കാണുമ്പോൾ തന്നെ നമ്മുടെ ബ്രൗസറിന് കാര്യം പിടികിട്ടും. ഇതിന്റെ ഉള്ളിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് സാധാരണക്കാരനെ ആണോ? അല്ല, ജാവാസ്ക്രിപ്റ്റ് കോഡുകളാണ് ഇൻക്ലൂഡ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലാവും. ഇനി ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമേ, ഒരു HTML ഡോക്യുമെന്റിന്റെ അകത്തോട്ടേക്ക് 3 രീതിയിൽ ഈ ജാവാസ്ക്രിപ്റ്റ് കോഡുകളെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അതായത് 3 സ്ഥലങ്ങൾ, 3 ഡിഫറെന്റ് മെത്തേഡ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ 3 ഡിഫറെന്റ് പ്ലേസ് എന്ന് പറയാം. അതിൽ ഒന്നാമത്തത് ഹെഡ് പോർഷന്റെ അകത്ത് വേണമെങ്കിൽ നമുക്ക് ഈ ജാവാസ്ക്രിപ്റ്റ് കോഡുകൾ ഇൻക്ലൂഡ് ചെയ്ത് വെക്കാം. രണ്ടാമെന്ന് പറയുന്നത് നമ്മുടെ വെബ് പേജിന്റെ, നമ്മുടെ HTML ഡോക്യുമെന്റിന്റെ ബോഡി പോർഷനിൽ വേണമെങ്കിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഇനി മൂന്നാമത്തേന്ന് പറയുന്നത് ഈ HTML ഡോക്യുമെന്റിന്റെ ഹെഡ് പോർഷനിലും അല്ല ബോഡി പോർഷനിലും അല്ല, സെപ്പറേറ്റ് ഫയലായിട്ട്, അതായത് ഒരു സെപ്പറേറ്റ് ഫയലായിട്ട് ജാവാസ്ക്രിപ്റ്റ് കോഡുകൾ നമ്മൾ എഴുതിയുണ്ടാക്കും. എന്നിട്ട് ആ എക്സ്റ്റേണൽ ഫയലിനെ നമുക്ക് നമ്മുടെ HTML ഡോക്യുമെന്റിന്റെ അകത്തോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. നോക്കിക്കേ, വി ക്യാൻ ഇൻക്ലൂഡ് സ്ക്രിപ്റ്റിംഗ് inside the body tag or inside head tag or through an external file. അപ്പോൾ നമുക്ക് സ്ക്രിപ്റ്റിങ്ങിനെ എങ്ങനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം? ഒന്നിലെ ബോഡി ടാഗിന് ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്യാം, അല്ലെങ്കിൽ ഹെഡ് ടാഗിനുള്ളിൽ ഇൻക്ലൂഡ് ചെയ്യാം, അതും അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഫയലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാം.
ഓക്കെ, നമുക്ക് ഒരു ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ച് എങ്ങനെ ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാം, ഒരു ചെറിയൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഒരു HTML ഡോക്യുമെന്റ് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നു ഒന്ന് നോക്കുക. അപ്പോൾ HTML ഡോക്യുമെന്റ് ആണോ, അതിന്റെ സ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ നമുക്കറിയാം. ഏതാ HTML എന്ന് പറയുന്ന ടാഗിനുള്ളിൽ വേണം നമ്മൾ ഒരു HTML ഡോക്യുമെന്റ് റെഡിയാക്കാൻ. ഇത് കാണുമ്പോൾ ബ്രൗസറിന് അറിയാം നമ്മൾ റെഡിയാക്കിയിരിക്കുന്ന ഒരു HTML ഡോക്യുമെന്റ് ആണെന്നറിയാം. ഇനി ഒരു HTML ഡോക്യുമെന്റിന് എത്ര പോർഷൻ ഉണ്ട്? 2 പോർഷൻ ഉണ്ട്, അല്ലെങ്കിൽ 2 പാർട്ട് ഉണ്ട്. ഹെഡ് പാർട്ടും ഉണ്ട്, ബോഡി പാർട്ടും ഉണ്ട്. ആ ഹെഡ് പാർട്ടിൽ ഇപ്പൊ ടൈറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുക. ഈ ഹെഡ് പാർട്ടിൽ ഇനി നമുക്ക് ആരെയും ഇൻക്ലൂഡ് ചെയ്ത് വെക്കാം, നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് കോഡുകൾ ഇൻക്ലൂഡ് ചെയ്ത് വെക്കാം. ഇനി ബോഡി പാർട്ട് ഉണ്ട്, ഈ ബോഡി പാർട്ടിൽ ആരെ ഇൻക്ലൂഡ് ചെയ്ത് വെക്കാം? ജാവാസ്ക്രിപ്റ്റ് കോഡുകൾ ഇൻക്ലൂഡ് ചെയ്യാം. ഈ 2 പാർട്ടിലും അല്ലാതെ പിന്നെയോ ഒരു എക്സ്റ്റേണൽ ഫയൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്ത് വെക്കാം. അതാ 3 നമ്മളിപ്പോൾ പഠിച്ചത്. ഓക്കെ, ഇനി ഇവിടെ ഇനി സൂക്ഷിച്ചു നോക്കണേ. ബോഡിക്കകത്ത് നമ്മൾ ഏറ്റവും ആദ്യം സ്ക്രിപ്റ്റ് ടാഗ് യൂസ് ചെയ്തേക്കുക. സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഇസ് ഈക്വൽ ടു ആരെ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത്? ജാവാസ്ക്രിപ്റ്റ് എന്നാണ് അല്ലെ. ഇനി ഈ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന കണ്ടെയ്നർ ടാഗിനുള്ളിൽ നമ്മൾ ഇവിടെ ഒരു കോഡ് കൊടുത്തു വെച്ചിരിക്കുന്ന കോഡ് ഇനി തൊട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ. പറയുന്ന ഓരോ പോയിന്റ് നോട്ട് ചെയ്യണേ. ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ്, എന്നിട്ടോ ബ്രാക്കറ്റിനുള്ളിൽ ഡബിൾ കോട്ട്സിനുള്ളിൽ നമ്മൾ കൊടുത്തു വെച്ചേക്കുക വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ്. എന്നിട്ടതേ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ എങ്ങനെ ഇട്ട് അവസാനിപ്പിച്ചിരിക്കുക? സെമികോളൻ ഇട്ട് അവസാനിപ്പിച്ചിരിക്കുക. സ്ക്രിപ്റ്റ് ടാഗ് ക്ലോസ് ചെയ്തു, ബോഡി ടാഗ് ക്ലോസ് ചെയ്തു, HTML ടാഗ് ക്ലോസ് ചെയ്തു. ഇനി പറയണ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളൂ. ദ സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഇസ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ് എന്ന് കാണുമ്പോൾ നമ്മുടെ ബ്രൗസറിന് ഒരു കാര്യം പിടികിട്ടും. എന്നാ, ഈ ബോഡിക്കുള്ളിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആരെയാണ്? ജാവാസ്ക്രിപ്റ്റ് കോഡുകളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് ശ്രദ്ധിക്കണേ. ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ്, അതായത് നമ്മുടെ ബോഡിക്കുള്ളിൽ, വെബ് പേജിന്റെ ബോഡിക്കുള്ളിൽ ടെക്സ്റ്റുവൽ രൂപത്തിലുള്ള ഇൻഫർമേഷൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ് ഈ റൈറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ ഡോക്യുമെന്റ് എന്ന് പറയുന്ന പേരാണ് നമ്മുടെ ബോഡീനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ജാവാസ്ക്രിപ്റ്റിൽ വെബ് പേജിന്റെ ബോഡീനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഏത് പേരുപയോഗിച്ച്? ഡോക്യുമെന്റ് എന്ന് പറയുന്ന പേരുപയോഗിച്ച്. അപ്പൊ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് എന്ന് പറയുന്ന ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷനാണ്. ഫംഗ്ഷൻ അല്ലെങ്കിൽ മെത്തേഡ് എന്ന് പറയും. ഇനി ഈ മെത്തേഡ് അല്ലെങ്കിൽ ഈ ഫംഗ്ഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ വെബ് പേജിന്റെ ബോഡിക്കുള്ളിൽ ടെക്സ്റ്റുവൽ രൂപത്തിലുള്ള ഇൻഫർമേഷൻസ് ഇൻക്ലൂഡ് ചെയ്ത് തരുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഇനി ആ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ സിൻടാക്സ് ആണ്. എന്നാ, ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്കറിയാം ഒരു ഫംഗ്ഷൻ ബ്രാക്കറ്റ് ലെഫ്റ്റ് പരാന്തസിസ് റൈറ്റ് പരാന്തസിസ് ഉണ്ടാവും. ഇനി ഡബിൾ കോട്ട്സിനുള്ളിൽ എന്ത് ഇൻഫർമേഷൻ ആണോ നമ്മുടെ ബോഡിക്കുള്ളിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആ ഇൻഫർമേഷൻ പറഞ്ഞു കൊടുക്കണം. അപ്പൊ എങ്ങനെയാ ഇൻഫർമേഷൻ പറഞ്ഞു കൊടുക്കണ്ടേ? നമ്മുടെ ലെഫ്റ്റ് പരാന്തസിസിന് റൈറ്റ് പരാന്തസിസ് വിട്ടതിന് ശേഷം ഡബിൾ കോട്ട്സിനുള്ളിൽ വേണം ഇൻഫർമേഷൻ കൊടുക്കാൻ. ഇനി ഈ ജാവാസ്ക്രിപ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഏതൊരു ജാവാസ്ക്രിപ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിക്കോട്ടെ, അവസാനിപ്പിക്കുന്നത് സെമികോളൻ ഇട്ടാ. നമ്മൾ C++ഉമായിട്ട് ഇതിന് സിമിലാരിറ്റി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. അപ്പൊ C++ൽ ഓരോ സ്റ്റേറ്റ്മെന്റ് അവസാനിപ്പിക്കുന്ന എന്താ? ആരെ ഉപയോഗിച്ചാ? സെമികോളൻ ഉപയോഗിച്ച. ഇനി ഇത് ജാവാസ്ക്രിപ്റ്റിന്റെ കോഡുകളാണ്. അപ്പൊ ഈ ജാവാസ്ക്രിപ്റ്റ് കോഡുകൾ എഴുതി വെച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നും കൂടി ഒന്ന് നോക്കിക്കേ. സ്മോൾ ലെറ്ററിൽ, ഇത് സ്മോൾ ലെറ്ററിൽ തന്നെ എഴുതണം കേട്ടോ. അതായത് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഏത് കാറ്റഗറിയിൽപ്പെട്ട ലാംഗ്വേജ് ആണ്? കേസ് സെൻസിറ്റീവ് ലാംഗ്വേജ് ആണ്. ഓക്കെ, അപ്പൊ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് ബ്രാക്കറ്റിനുള്ളിൽ ഡബിൾ കോട്ട്സിനുള്ളിൽ വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് എന്ന് അവിടുത്തെ. ഇനിയോ നമുക്കറിയാം ഏതൊരു ജാവാസ്ക്രിപ്റ്റ് കോഡ് ആയിക്കോട്ടെ, HTML ഡോക്യുമെന്റ് ആയിക്കോട്ടെ, നമ്മളെ റെഡിയാക്കാനായിട്ട് സഹായിക്കുന്നത് ഏത് ടെക്സ്റ്റ് എഡിറ്റർ വേണേലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ഒരു പ്രോഗ്രാം കോഡുകൾ പ്രിപ്പയർ ചെയ്തെടുക്കണം, എഡിറ്റ് ചെയ്തെടുക്കണമെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യണത് ആരായിരിക്കും? ടെക്സ്റ്റ് എഡിറ്റേഴ്സ് ആയിരിക്കും. നമ്മുടെ HTML വെബ് പേജ്, HTML ഡോക്യുമെന്റ് റെഡിയാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്ത ടെക്സ്റ്റ് എഡിറ്റർ ഏതാ? നമ്മുടെ ജീനി തന്നെയാണ്. അപ്പൊ ജീനിയിലാണ് നമ്മൾ ഈ കോഡുകളും റെഡിയാക്കി വെക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് ജാവാസ്ക്രിപ്റ്റ് കോഡുകളാണ് ഈ HTML ഡോക്യുമെന്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എങ്കിൽ കൂടിയും ഈ ഫയലിനെ നമ്മൾ സേവ് ചെയ്യുന്നത് .html എന്ന് പറയുന്ന എക്സ്റ്റൻഷനോട് കൂടിയായിരിക്കും. അപ്പൊ ജാവാസ്ക്രിപ്റ്റ് ആണ് നമ്മുടെ ഫയല്, അല്ല നമ്മുടെ
കോഡുകൾ നമ്മുടെ HTML ഡോക്യുമെന്റിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ജാവാസ്ക്രിപ്റ്റ് കോഡുകളാണ്. എന്നിരുന്നാൽ കൂടിയും ഈ ഫയലിനെ സേവ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? .html അല്ലെങ്കിൽ .htm എന്ന് പറയുന്ന എക്സ്റ്റൻഷനോട് കൂടിയായിരിക്കണം. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ ഫയൽ സേവ് ചെയ്തു. ഇനി നമ്മുടെ ബ്രൗസറിൽ ഇതിനെ ഓപ്പൺ ആക്കുവാന്നിരിക്കട്ടെ. ബ്രൗസറിൽ ഇതിനെ ഓപ്പൺ ആക്കി എന്തായിരിക്കും? ബ്രൗസറിന്റെ ടൈറ്റിൽ ബാറിൽ, ആ വിൻഡോയുടെ ടൈറ്റിൽ ബാറിൽ ജാവാസ്ക്രിപ്റ്റ് എക്സാമ്പിൾസ് ഒന്ന് കാണും. പിന്നെയോ ആ വെബ് പേജിനുള്ളിൽ എന്തെന്നാ വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് ഇതാ ഈ രീതിയിൽ ഡിസ്പ്ലേ ആയി കിട്ടും. വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് എന്ന് ഡിസ്പ്ലേ ആയി കിട്ടും. അതായത് സാധാ HTML ഡോക്യുമെന്റ് ഉപയോഗിച്ചതേ ബോഡിയിൽ വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് എന്ന് കൊടുത്താൽ ഇതാ നമ്മുടെ ഔട്ട്പുട്ട് അല്ലെ. അപ്പൊ ഈ രീതിയിൽ ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുക. ആരെ ഉപയോഗിച്ച്? ജാവാസ്ക്രിപ്റ്റ് കോഡ് ഉപയോഗിച്ച്. അപ്പൊ ജാവാസ്ക്രിപ്റ്റ് കോഡ് ഉപയോഗിച്ച് ഇതുപോലെ വെബ് പേജിനുള്ളിൽ കണ്ടന്റ് ഡിസ്പ്ലേ ആകണോ? നമ്മളിപ്പോൾ പുതിയതായിട്ട് ഒരാളെ പിടിച്ചു, ഡിസ്പ്ലേ ആക്കി തരാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ്. ആ ഫംഗ്ഷനെ കോൾ ചെയ്യേണ്ട വിധം document.write ബ്രാക്കറ്റിനുള്ളിൽ ഡബിൾ കോട്ട്സിനുള്ളിൽ കൊടുത്തു വെച്ചിട്ട് എന്തിട്ട് അവസാനിപ്പിക്കണം? സെമികോളൻ ഇട്ട് അവസാനിപ്പിക്കണം. ഓക്കെ, ഇനിയുണ്ടല്ലോ, ഇനി പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതേ. അപ്പൊ അതെ ഇതുപോലത്തെ ഒരു HTML ഡോക്യുമെന്റ് ആണെന്നിരിക്കട്ടെ. ഇതിൻ്റെ അകത്ത് ജാവാസ്ക്രിപ്റ്റ് കോഡുകളോ ഒന്നുമില്ല. സാധാ HTML ഡോക്യുമെന്റ് HTML കോഡുകളാണ് അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഈ HTML കോഡുകൾ അടങ്ങുന്ന HTML ഡോക്യുമെന്റിനെ കൺവേർട്ട് ചെയ്ത് തരാൻ അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്ത് തരാനായിട്ട് നമ്മുടെ ബ്രൗസർ മാത്രം മതിയായിരുന്നു. ബ്രൗസറിന് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. പക്ഷെ ഉണ്ടല്ലോ, ഈ ജാവാസ്ക്രിപ്റ്റ് കോഡുകൾ അടങ്ങുന്ന HTML ഡോക്യുമെന്റ് ഉണ്ട് അല്ലെ. അപ്പൊ ഈ ജാവാസ്ക്രിപ്റ്റ് കോഡുകളെ നമ്മുടെ ബ്രൗസറിന് ഡയറക്റ്റ് ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റത്തില്ല, കൺവേർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതിന് ബ്രൗസറിനെ സഹായിക്കുന്ന മെഷീൻ ഉണ്ട്. ജാവാസ്ക്രിപ്റ്റ് എൻജിൻ എന്നാണ് അയാളുടെ പേര്. അപ്പൊ അതേ ഒരു ജാവാസ്ക്രിപ്റ്റ് കോഡുകൾ കണ്ടാൽ ബ്രൗസർ, അതായത് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ് കണ്ടാൽ ബ്രൗസർ ആരുടെ സഹായം ആവശ്യപ്പെടും ഇതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ? ജാവാസ്ക്രിപ്റ്റ് എൻജിൻ എന്ന് പറയുന്ന വെർച്വൽ മെഷീൻ എൻജിൻ എന്ന് പറയുന്ന ആള്. അത് ഓട്ടോമാറ്റിക് ആയിട്ട് ബ്രൗസറിന്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോഗ്രാം കോഡുകളാണ്. സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിനെ കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്. അയാളുടെ സഹായത്തോടു കൂടിയായിരിക്കും ഈ കോഡുകൾ എക്സിക്യൂട്ട് ചെയ്യുക, നടപ്പാക്കി എടുത്തു തരിക. ഇനിയുണ്ടല്ലോ, അപ്പോൾ ഒരു HTML ഡോക്യുമെന്റിന്റെ അകത്ത് ഈ ജാവാസ്ക്രിപ്റ്റ് കോഡുകളും കൂടി വരുന്ന HTML ഡോക്യുമെന്റ് ആണെങ്കിൽ അതിന്റെ എക്സിക്യൂഷൻ HTML കോഡുകൾ തന്നെയുള്ള HTML ഡോക്യുമെന്റിനെ എക്സിക്യൂട്ട് ചെയ്യുന്നതിനേക്കാൾ ഇത്തിരി സ്ലോ ആയിരിക്കും. കാരണം എന്നാ, ഇയാളാണ് ഈ ബ്രൗസറിന് തനിയെ അങ്ങ് എക്സിക്യൂട്ട് ചെയ്താൽ മതിയായിരുന്നു അല്ലെ. ജാവാസ്ക്രിപ്റ്റ് കോഡുകളും കൂടി അടങ്ങുന്ന HTML ഡോക്യുമെന്റ് ആണെങ്കിൽ ബ്രൗസറിനെ തനിയെ എക്സിക്യൂട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ആരുടെ സഹായം കൂടി വേണം? ജാവാസ്ക്രിപ്റ്റ് എൻജിന്റെ സഹായം കൂടി വേണം. അതുകൊണ്ട് ആ എക്സിക്യൂഷൻ പ്രോസസ് എന്ന് പറയുന്നത് ഇത്തിരി സ്ലോ ആകും. ഓക്കെ, നമുക്കൊന്ന് നോക്കാം പറഞ്ഞ കാര്യങ്ങൾ എന്നൊക്കെയാണ്. നോക്കിക്കേ, ദ document.write ഈസ് എ ജാവാസ്ക്രിപ്റ്റ് മെത്തേഡ് ഓർ കമാൻഡ് ഓർ ഫംഗ്ഷൻ എന്നും കൂടി പറയാവേ. മെത്തേഡ് എന്ന് വെച്ചാൽ ഫംഗ്ഷന്റെ മറ്റൊരു പേരാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ document.write എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ എന്നാ? ജാവാസ്ക്രിപ്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ കമാൻഡാ. എന്തിനു വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്? ദാറ്റ് ഇൻക്ലൂഡ് എ ടെക്സ്റ്റ് ഇൻ ദ ബോഡി പാർട്ട് ഓഫ് ദി വെബ് പേജ്. അപ്പോൾ വെബ് പേജിന്റെ ബോഡി പാർട്ടിൽ ഒരു ടെക്സ്റ്റ് ഇൻക്ലൂഡ് ചെയ്ത് തരുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് document.write എന്ന് പറയുന്ന ഫംഗ്ഷൻ. എവറി സ്റ്റേറ്റ്മെന്റ് ഇൻ ജാവാസ്ക്രിപ്റ്റ് എൻഡ്സ് വിത്ത് എ സെമികോളൻ. ഇനി ജാവാസ്ക്രിപ്റ്റിലെ ഓരോ സ്റ്റേറ്റ്മെന്റും എങ്ങനെയാണ് അവസാനിക്കുക? സെമികോളൻ ഇട്ടാണ് അവസാനിപ്പിക്കുക. ഇനി സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഇസ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ് ടെൽസ് ദ ബ്രൗസർ ദാറ്റ് the code that follows is a JavaScript code. അപ്പോൾ ബ്രൗസറിന് എന്ത് കാണുമ്പോഴാണ് ഇനിയുള്ള ആളുകൾ ജാവാസ്ക്രിപ്റ്റ് കോഡാന്ന് മനസ്സിലാകുന്നത്? സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ്. ഈ സ്ക്രിപ്റ്റ് ടാഗും അതിന്റെ ലാംഗ്വേജ് ആട്രിബ്യൂട്ടിന്റെ വാല്യൂ ജാവാസ്ക്രിപ്റ്റ് എന്നും കൂടി കാണുമ്പോഴാണ് നമ്മുടെ ബ്രൗസറിന് ഇനിയുള്ള ആളുകൾ ജാവാസ്ക്രിപ്റ്റ് കോഡുകളാന്ന് മനസ്സിലാകും അല്ലെ. അങ്ങനെ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ എന്നാ ചെയ്യും? all the script parts are interpreted during the runtime by ജാവാസ്ക്രിപ്റ്റ് എൻജിൻ. അപ്പൊ ഈ സ്ക്രിപ്റ്റിന്റെ അകത്തുള്ള ഓരോ കോഡുകളും റൺ ടൈമിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്ത് തരും, കൺവേർട്ട് ചെയ്ത് തരും, അല്ലെങ്കിൽ വർക്ക് ചെയ്യിച്ചു തരും. ആര്? ജാവാസ്ക്രിപ്റ്റ് എൻജിൻ വർക്ക് ചെയ്യിച്ചു തരും. ഇറ്റ് ഈസ് എ വെർച്വൽ മെഷീൻ ഫോർ എക്സിക്യൂട്ടിംഗ് ജാവാസ്ക്രിപ്റ്റ് കോഡ്സ്. ഇനി ആരാ ജാവാസ്ക്രിപ്റ്റ് എൻജിൻ എന്ന് പറയുന്നത്? ജാവാസ്ക്രിപ്റ്റ് കോഡുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വെർച്വൽ മെഷീൻ ആണ് ഏതെന്ന് പറയുന്നത്? ജാവാസ്ക്രിപ്റ്റ് എൻജിൻ എന്ന് പറയുന്നത്. ഓക്കെ, an HTML page
that contains no JavaScript codes are executed by the browser itself. Otherwise, the page is executed by script engine. അപ്പോൾ എന്നാ അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്, അതായത് ഒരു HTML പേജിൻ്റെ അത് ജാവാസ്ക്രിപ്റ്റ് കോഡുകൾ ഒന്നും ഇല്ലാത്ത ഒരു HTML പേജ് ആണ് എങ്കിൽ ആരായിരിക്കും ആ പേജിനെ എക്സിക്യൂട്ട് ചെയ്ത് തരിക? നമ്മുടെ ബ്രൗസർ തന്നെത്താനെ എക്സിക്യൂട്ട് ചെയ്തു തന്നു. അല്ല, ജാവാസ്ക്രിപ്റ്റ് കോഡുകളും കൂടി അതിൻ്റെ അകത്തുണ്ട്. അങ്ങനെയെങ്കിൽ ആരുടെ സഹായം കൂടി നമ്മുടെ ബ്രൗസറിന് ആവശ്യമുണ്ട്? ജാവാസ്ക്രിപ്റ്റ് എഞ്ചിന്റെ സഹായം കൂടി ആവശ്യമുണ്ട്. If we execute the HTML page using script engine, the processing will be slower than the normal execution. അപ്പം നമ്മൾ നമ്മുടെ HTML പേജിന് സ്ക്രിപ്റ്റ് എഞ്ചിന്റെ സഹായത്തോടു കൂടി പ്രോസസ്സ് ചെയ്യുവാണെങ്കിൽ എന്നായിരിക്കും? സാധാരണ HTML ഡോക്യുമെന്റ് അല്ലെങ്കിൽ HTML പേജിന്റെ എക്സിക്യൂഷൻ നടക്കുന്നതിനേക്കാൾ ഇത്തിരി കൂടി സ്ലോ ആയിരിക്കും. We can use script code any number of times in between HTML tag. ഇനിയുള്ള കാര്യം ഒന്നുകൂടെ ശ്രദ്ധിക്കണേ. അപ്പൊ ഇനി ഞാൻ പറയാൻ പോകുന്ന ഇതാണ്, നമുക്കൊരു HTML ഡോക്യുമെന്റിനുള്ളിൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും സ്ക്രിപ്റ്റ് കോഡുകൾ യൂസ് ചെയ്യാം. അതായത് സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ് എന്നുള്ള സ്ക്രിപ്റ്റ് ടാഗുകൾ എത്ര പ്രാവശ്യം വേണമെങ്കിലും നമ്മുടെ HTML ഡോക്യുമെന്റിന്റെ അകത്ത് ഉപയോഗിക്കാം. ഇനി രണ്ടാമത്തെ മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്, നമ്മുടെ HTML ടാഗുകളും കമാൻഡ്സും ഉണ്ട് അല്ലെ? ആ HTML ടാഗുകളും കമാൻഡ്സും ജാവാസ്ക്രിപ്റ്റ് ടാഗുകളും കമാൻഡ്സും ഒക്കെ ഇടകലർത്തി നമുക്ക് ഉപയോഗിക്കാം. ജാവാസ്ക്രിപ്റ്റ് കോഡുകളുടെ കൂടെ നമുക്ക് HTML ടാഗുകൾ യൂസ് ചെയ്യാം. അതുപോലെ HTML ടാഗിന്റെ ഉള്ളിൽ ജാവാസ്ക്രിപ്റ്റ് കോഡുകൾ നമുക്ക് യൂസ് ചെയ്യാം. എങ്ങനെ യൂസ് ചെയ്താലും ഒരു കുഴപ്പമില്ല. ഓക്കെ, നോക്കിക്കേ, ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തു വെച്ചേക്കുവാണേ. ഈ എക്സാമ്പിൾ ഒന്ന് ആദ്യം തൊട്ട് അവസാനം വരെ സൂക്ഷിച്ചു വായിച്ചേച്ച് എന്തായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് എന്നൊന്ന് ആലോചിച്ചെടുക്കാൻ പറ്റണുണ്ടോ എന്ന് നോക്കണം. ഞാൻ ചുമ്മാ ഒന്ന് വായിക്കാവേ. ഇതൊരു HTML ഡോക്യുമെന്റാ. ദാ HTML എന്ന് പറയുന്ന ഓപ്പണിംഗ് ക്ലോസിംഗ് ടാഗിനുള്ളിലാണ് നമ്മൾ കാര്യങ്ങൾ റെഡിയാക്കിയേക്കുന്നത്. അപ്പൊ HTML ഡോക്യുമെന്റിന് രണ്ട് പോർഷൻസ് ഉണ്ട്, ഹെഡ് പോർഷനും ബോഡി പോർഷനും. ഹെഡ് പോർഷനിൽ ടൈറ്റിൽ കൊടുത്തു വെച്ചിട്ടുള്ള ജാവാസ്ക്രിപ്റ്റ് വെൽക്കം എന്നൊക്കെ ഒരു ടൈറ്റിൽ കൊടുത്തു വെച്ചിരിക്കും. ഇനി ബോഡി പാർട്ടിലോട്ട് സൂക്ഷിച്ചു നോക്കാം. ബോഡി പാർട്ടിനുള്ളിൽ ഒരു H1 ടാഗ്, അതെ H1 സ്റ്റാർട്ടിംഗ് ടാഗ്, ഇത് അതിനെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവിടെയാ അല്ലെ? H1 എന്ന് പറയുന്ന ടാഗിന്റെ ഉപയോഗം നമുക്കറിയാം. എന്താ? ആ H1 എന്ന് പറയുന്ന ടാഗിനുള്ളിൽ നമ്മൾ കൊടുക്കുന്ന കണ്ടന്റിനെ ഏത് രീതിയിൽ ഡിസ്പ്ലേ ചെയ്യും? ഹെഡിങ് അത് നമുക്ക് എത്ര ലെവലായിട്ട് അറേഞ്ച് ചെയ്യാം? 6 ഡിഫറെന്റ് സൈസിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. അതിൽ ഏറ്റവും സൈസ് കൂടിയത് എന്ന് പറയുന്നത് H1 ആണ് അല്ലെ? അപ്പൊ ഏറ്റവും ഹൈ സൈസിൽ ഈ H1 എന്ന് പറയുന്ന ടാഗിനുള്ളിൽ നമ്മൾ കൊടുത്തു വെച്ചിരിക്കുന്ന ഇൻഫർമേഷൻ ഡിസ്പ്ലേ ആകുമെന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. ഓക്കെ, അത് മനസ്സിൽ കണ്ടോളുക. ഇനി നോക്കിക്കേ, H1 എന്ന് പറയുന്ന ടാഗിനുള്ളിൽ നമ്മളിത് സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഇസ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ്, അതായത് ജാവാസ്ക്രിപ്റ്റ് കോഡ് ഇൻക്ലൂഡ് ചെയ്തേക്കുക. ഇനി ജാവാസ്ക്രിപ്റ്റ് കോഡ് ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ എന്നാ ചെയ്തിരിക്കുന്നത്? വെബ് പേജിനുള്ളിൽ ദിസ് ഈസ് ഇൻ H1 ഹെഡ് എന്നൊരു മെസ്സേജാണ് ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്കറിയാം, നമുക്ക് ഡിസ്പ്ലേ ആകേണ്ട ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഏതാ? ദിസ് ഈസ് ഇൻ H1 ഹെഡ് അല്ലെ? അപ്പൊ സ്ക്രിപ്റ്റ് ടാഗ് ക്ലോസ് ചെയ്തു. ഇവിടെയാണ് നമ്മുടെ H1 ടാഗിന്റെ ക്ലോസിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ H1 ടാഗിനുള്ളിൽ ഡിസ്പ്ലേ ആകാൻ കൊടുത്തു വെച്ചിരിക്കുന്ന ഇൻഫർമേഷൻ ഏതാണ്? നമുക്ക് ഡിസ്പ്ലേ ആക്കുന്ന ഇൻഫർമേഷൻ ദിസ് ഈസ് ഇൻ H1 ഹെഡ് എന്ന. പക്ഷെ ഇത് കൊടുത്തു വെച്ചിരിക്കുന്ന ജാവാസ്ക്രിപ്റ്റ് കോഡ് ഉപയോഗിച്ച അതുകൊണ്ടൊരു കുഴപ്പമില്ല. ജാവാസ്ക്രിപ്റ്റ് കോഡ് ഉപയോഗിച്ച് ഡിസ്പ്ലേ ആകുന്ന ഇൻഫർമേഷൻ ഇതാണ് അല്ലെ? ആ ഇൻഫർമേഷന് ഒരു എഫക്റ്റ് കൂടി നമ്മൾ കൊടുത്തു വെച്ചിരിക്കുക. ആരുടെ ഉള്ളിലാ ഇൻഫർമേഷൻ കൊടുത്തു വെച്ചിരിക്കുന്നത്? H1 ടാഗിനുള്ളിലാണ് നമ്മൾ ആ ഇൻഫർമേഷൻ കൊടുത്തു വെച്ചിരിക്കുന്നത് അല്ലെ? അപ്പൊ ദിസ് ഈസ് ഇൻ H1 ഹെഡ് എന്ന് പറഞ്ഞുള്ളത് ഏത് രൂപത്തിൽ ഡിസ്പ്ലേ ആകുമായിരിക്കും? ഹെഡിങ് രൂപത്തിൽ ഡിസ്പ്ലേ ആകുമായിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഹെഡിങ് ആണെങ്കിൽ ഒരു പ്രത്യേകത ഉണ്ട്. അതിന് മുമ്പും പിമ്പും ഒക്കെ ഓരോ ലൈൻ അവിടെ നമുക്ക് വേക്കൻ്റ് ആയിട്ട് ഇട്ട് തരും. അത് കഴിഞ്ഞ ശേഷം നമ്മൾ വീണ്ടും ഒരു BR ടാഗ് കൂടെ കൊടുത്തിരിക്കുക. അപ്പൊ എന്താ, അടുത്ത കണ്ടന്റിന് മുമ്പ് 2 സ്പേസ് നമുക്ക് കിട്ടും അല്ലെ? ഓക്കെ, വീണ്ടും നമ്മൾ അടുത്ത ഒരു ഹെഡിങ് H2 കൊടുത്തു വെച്ചേക്കുക. H2ന്റെ സ്റ്റാർട്ടിങ് ഇത്, ക്ലോസിങ് ഇത്. അപ്പൊ അടുത്ത വീണ്ടും ഇതിനേക്കാൾ ഇത്രയും കൂടി സൈസ് കുറഞ്ഞ ഒരു ഹെഡിങ് ആണ് ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി ആ ഹെഡിങ് H2 ടാഗിനുള്ളിൽ ഡയറക്റ്റ് കൊടുത്തു വെച്ചേക്കുവാണോ? അല്ല, H2 ടാഗിനുള്ളിൽ വീണ്ടും നമ്മൾ എന്നാ ചെയ്തേക്കുക? ജാവാസ്ക്രിപ്റ്റ് കോഡ് ഇൻക്ലൂഡ് ചെയ്തേക്കുക. ജാവാസ്ക്രിപ്റ്റ് കോഡ് ഇൻക്ലൂഡ് ചെയ്യണോ?
സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഈക്വൽ ടു ജാവാ സ്ക്രിപ്റ്റ് എന്ന് കൊടുത്ത് ഈ സ്ക്രിപ്റ്റ് ടാഗിനുള്ളിൽ വേണം കോഡ് ഇൻക്ലൂഡ് ചെയ്യാൻ അല്ലെ. ഇനി നമുക്ക് ഈ ജാവാ സ്ക്രിപ്റ്റ് ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ വെബ് പേജിന്റെ അകത്ത് ദിസ് ഇസ് ഇൻ H2 ഹെഡ് എന്നൊരു ഇൻഫർമേഷൻ ആണ് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ നമ്മുടെ വെബ് പേജിൽ ഡിസ്പ്ലേ ആകണോ, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഏതാ ജാവാ സ്ക്രിപ്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ ഫംഗ്ഷൻ. ആ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് ബ്രാക്കറ്റിനുള്ളിൽ ഡബിൾ കോട്ട്സിനുള്ളിൽ ഇൻഫർമേഷൻ കൊടുത്തിട്ട് എന്തിട്ട് അവസാനിപ്പിക്കണം, സെമിക്കോളൻ ഇട്ട് അവസാനിപ്പിച്ചാലേ കറക്റ്റ് ആകത്തുള്ളൂ. ഓക്കെ, സ്ക്രിപ്റ്റ് ടാഗ് ക്ലോസ് ചെയ്തു, H2 ക്ലോസ് ചെയ്തു. അപ്പൊ നോക്കി ഇവിടെ ഈ H2 ടാഗിനുള്ളിലുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഏതാ, ദിസ് ഇസ് ഇൻ H2 ഹെഡ് എന്നുള്ള ഇൻഫർമേഷനാ അല്ലെ. അപ്പൊ ഈ ഇൻഫർമേഷൻ ഏത് രൂപത്തിൽ ഡിസ്പ്ലേ ആക്കും, ഹെഡിങ് രൂപത്തിൽ ഡിസ്പ്ലേ ആക്കും. ഇനി ഒന്നുമില്ല, ഇതിൻ്റെ അകത്ത് കൊടുക്കാൻ ബോഡിയും ക്ലോസ് ചെയ്ത് HTML ഒക്കെ ക്ലോസ് ചെയ്ത് നമ്മൾ ഇതിനെ സേവ് ചെയ്ത് ബ്രൗസറിൽ ഓപ്പൺ ആക്കുക. ബ്രൗസറിൽ ഓപ്പൺ ആക്കുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് കിട്ടുക, ദാ ജാവാ സ്ക്രിപ്റ്റ് വെൽക്കം ടൈറ്റിൽ ബാറിൽ ഇതായിരുന്നു. അങ്ങനെ ഒരു ടൈറ്റിൽ ബാർ വന്നു. പിന്നെ നോക്കിക്കേ, ദിസ് ഈസ് ഇൻ H1 ഹെഡ്. അപ്പൊ ആദ്യത്തെ ഒരു ഹെഡിങ് ഇതാ. പിന്നെ ഇവിടെ രണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഹെഡിങ് ടാഗിന്റെ ഉണ്ട്, അതുകൂടാതെ BR ടാഗ് ഒക്കെ കൊടുത്തു വെച്ചേക്കുന്നതുകൊണ്ടാണ് ഇത്രയും സ്പേസിന്റെ ഇടയിൽ വന്നത് അല്ലെ. ഇനിയോ ദിസ് ഈസ് ഇൻ H2 ഹെഡ്. അപ്പൊ രണ്ട് ഹെഡിങ്ങാ വന്നിരിക്കുന്നത്. ആദ്യത്തേനേക്കാളും സൈസ് കുറഞ്ഞ് രണ്ടാമത്തെ ഹെഡിങ് വന്നു. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു എക്സാമ്പിൾ കാണിച്ചു തന്നത് നമുക്ക് നമ്മുടെ HTML കോഡുകളും ജാവാസ്ക്രിപ്റ്റ് കോഡുകളും ഒക്കെ ഇടകലർത്തി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനിയുണ്ടല്ലോ, ഇതിൻ്റെ അകത്ത് നമുക്കതാ, അതായത് ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ച് വെബ് പേജിൽ ഇൻഫർമേഷൻ ടെക്സ്റ്റൽ രൂപത്തിലുള്ള ഇൻഫർമേഷൻസ് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു അല്ലെ. ഇനി ഇതേ ഇവിടെ ഈ H1 ടാഗ് ഒന്നും യൂസ് ചെയ്യേണ്ട. നമുക്ക് ദിസ് ഇസ് ഇൻ H1 ഹെഡ് എന്നൊരു ഹെഡിങ്ങാ വേണ്ടെങ്കിൽ എന്നാ ചെയ്യണമെന്ന് അറിയാവോ, ഈ ഡബിൾ കോട്ട്സിനുള്ളിലാണ് നമുക്ക് ഇൻഫർമേഷൻ ഡിസ്പ്ലേ ആകേണ്ട ഇൻഫർമേഷൻ കൊടുക്കേണ്ടതെന്നറിയാം. അപ്പൊ ഈ ഇൻഫർമേഷൻ എന്ത് എഫക്റ്റ് ആണോ വരുത്തേണ്ടത്, ആ എഫക്റ്റ് വരുത്താനായിട്ട് നമ്മുടെ HTML കോഡുകൾ മതി. അപ്പൊ ഇതേ H1 ടാഗ് ഇവിടെ ഈ ഡബിൾ കോട്ട്സിനുള്ളിൽ ഈ ഇൻഫർമേഷന്റെ അപ്പുറവും ഇപ്പുറവും യൂസ് ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ല. നോക്കാം. ബോഡി ഇവിടെ ഒന്നും ഒരു വ്യത്യാസമില്ലേ. ബോഡി സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഈക്വൽ ടു ജാവാ സ്ക്രിപ്റ്റ്. ഇവിടെ നോക്കിക്കേ, ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് ഇസ് ഈക്വൽ റൈറ്റ് ബ്രാക്കറ്റിനുള്ളിൽ ഡബിൾ കോട്ട്സിനുള്ളിൽ നമ്മൾ കൊടുത്തേക്കുക ദിസ് ഈസ് ഇൻ H1 ഹെഡ് എന്നുള്ള ഹെഡിങ് ആയിട്ട് വരണം. അപ്പൊ അതേ ഹെഡിങ് രൂപത്തിൽ ഇൻഫർമേഷൻ വരുത്തണോ, ദാ ഈ H1 ടാഗ് കൊടുത്തു വെച്ചേക്കുക, കണ്ടോ. എന്നിട്ട് സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്തു, BR ടാഗ് യൂസ് ചെയ്തു, മറ്റേ അതേപടി കൊടുത്തു വെച്ചേക്കുക. മനസ്സിലായി. ഇങ്ങനെ എത്ര രീതിയിൽ എങ്ങനെ വേണേലും നമുക്കൊരു ജാവാ സ്ക്രിപ്റ്റ് കോഡ് ഉപയോഗിക്കാം. ഇവിടെ നോക്കിക്കേ, ഒന്നിലധികം പ്രാവശ്യം സ്ക്രിപ്റ്റ് ടാഗ് ഉപയോഗിച്ച് ജാവാ സ്ക്രിപ്റ്റ് കോഡ് കൊടുത്തു വെച്ചിട്ടുണ്ടോ, ഒരു കുഴപ്പമില്ല. ഇനി ഈ സ്ക്രിപ്റ്റ് ടാഗ് ഇവിടെ കൊടുക്കണം എന്നുമില്ല. ഇവിടെ തന്നെ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഇൻഫർമേഷൻ കൊടുത്തു വെക്കാം, ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ടാഗ് എത്ര പ്രാവശ്യം വേണമെങ്കിലും നമ്മുടെ HTML ഡോക്യുമെന്റിന്റെ അകത്ത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ HTMLന്റെ അകത്ത് നമ്മൾ ഇഷ്ടംപോലെ ടാഗുകൾ ഇപ്പൊ പഠിച്ചു പൂർത്തീകരിച്ചു വെച്ചിട്ടുണ്ട്. ആ ടാഗുകളെല്ലാം നമുക്ക് ആരുടെ അകത്ത് ഉപയോഗിക്കാം, ജാവാസ്ക്രിപ്റ്റ് കോഡുകളുടെ കൂടെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങനെ ആയിരിക്കും, എന്താ ഈ രീതിയിൽ തന്നെയായിരിക്കും ഔട്ട്പുട്ട്. അപ്പൊ ഏകദേശം ധാരണയായെന്ന് വിചാരിക്കും. ഇനി നിങ്ങളുടെ പുസ്തകത്തിലുള്ള ഒരു ചെറിയ എക്സാമ്പിൾ ആണേ. ഒരു ജാവാസ്ക്രിപ്റ്റ് കോഡ് ഉപയോഗിച്ച് ഒരു HTML ഡോക്യുമെന്റ്, അതായത് ഒരു വെബ് പേജ് ഡിസൈൻ ചെയ്യാൻ പറഞ്ഞിരിക്കുക. ആരും ഉപയോഗിച്ച് ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ച് ഈ രീതിയിലുള്ള ഒരു വെബ് പേജ് ഡിസൈൻ ചെയ്തെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ തന്നെ തന്നിട്ടുണ്ട്. നമ്മുടെ ബോഡി എന്ന് പറയുന്നത്, ബോഡിക്കകത്ത് ഒറ്റ ഒരാളേ ഉള്ളൂ, സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഈസ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ്. അതിനുശേഷം ഈ രീതിയിൽ ഇൻഫർമേഷൻ വരുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള കോഡുകൾ എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. ആ കോഡുകൾ ഇയാളുടെ ഉള്ളിൽ എഴുതണം എന്നാ പറഞ്ഞിരിക്കുന്നത്. അതായത് ജാവാസ്ക്രിപ്റ്റ് കോഡായിട്ട് വേണം എഴുതാനായിട്ട്. അപ്പൊ നമ്മൾ എന്നാ ചെയ്യണം എന്നറിയാവോ, ഈ ഔട്ട്പുട്ടിന്റെ അകത്തോട്ടേക്ക് സൂക്ഷിച്ചു നോക്കണം. അപ്പൊ ഔട്ട്പുട്ടിൽ ഏറ്റവും ആദ്യം എന്നാ, ദ സിമ്പിൾ റെസിപ്പി ടു ഹാപ്പിനെസ് എന്ന് ഹെഡിങ്ങുമാണ് അതിനെ അണ്ടർലൈനിങ് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനിയോ ഇത് അതിനുശേഷം ഒരു പാരഗ്രാഫായിട്ട് മോസ്റ്റ് ഓഫ് us ബ്ലെയിം ഔട്ട്വേർഡ് ഫാക്ടേഴ്സ് ആസ് ദ റീസൺ ഫോർ അവർ സോറോ എന്നൊക്കെ പറഞ്ഞ ഈ സെന്റൻസുകൾ ഇങ്ങനെ എഴുതി വെച്ചേക്കുക. ആ എഴുതി വന്ന കൂട്ടത്തിൽ ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിനെ ബോൾഡ് ആക്കിയിട്ടുണ്ട്, സ്റ്റംബ്ലിംഗ് ബ്ലോക്സിനെ ബോൾഡ് ആക്കിയിട്ടുണ്ട്, സ്റ്റെപ്പിംഗ് സ്റ്റോൺസിനെയും ബോൾഡ് ആക്കിയിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇത്രയും ഇൻഫർമേഷൻ അതിന് ശേഷം ആ ഹെഡിങ്ങിന് ശേഷം നമുക്ക് എഴുതി വരുത്തേണ്ടത്. അപ്പൊ നമ്മളോട് പ്രത്യേകം പറയുന്നുണ്ട്, HTML ഡോക്യുമെന്റ് ആയിട്ടല്ല, HTML കോഡുകൾ ഉപയോഗിച്ചല്ല നമുക്ക് എഴുതേണ്ടത്. ആരെ ഉപയോഗിച്ച് വേണം, ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ച് ഇത്രയും ഇൻഫർമേഷൻ ഡിസ്പ്ലേ ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്കറിയാം ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ച് വെബ് പേജിന്റെ ബോഡിക്കുള്ളിൽ ഇൻഫർമേഷൻ ഡിസ്പ്ലേ ചെയ്യിക്കണോ,
നമ്മളെ ഹെൽപ്പ് ചെയ്യണത് ആരാ? ഇനി നമുക്ക് കണ്ണടച്ച് ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയണം, ആരാ നമ്മളെ ഹെൽപ്പ് ചെയ്യുക? ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മാർഗ്ഗമാണേ, ഇയാൾ മാത്രമൊന്നുമല്ല കേട്ടോ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മാർഗം ഏതാ? ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, എന്ന് പറയുന്ന മെത്തേഡ്, അല്ലെങ്കിൽ എന്ന് പറയുന്ന കമാൻഡ്. ഓക്കെ, ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ്. ഇനിയോ ബ്രാക്കറ്റിനുള്ളില് ഡബിൾ കോട്ട്സിനുള്ളിൽ ഇൻഫർമേഷൻ കൊടുത്തു വെക്കണം അല്ലെ? അപ്പൊ ഡബിൾ കോട്ട്സിനുള്ളിൽ കൊടുത്തു വെക്കുന്ന ആദ്യത്തെ ഇൻഫർമേഷന്റെ പ്രത്യേകത എന്താ? ഹെഡിങ്ങും ആണ്, അണ്ടർലൈനും ചെയ്തിട്ടുണ്ട്. അപ്പൊ അണ്ടർലൈൻ ചെയ്യണമെന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യണ യു ടാഗ് ആണ്. ഹെഡിങ് H1 തൊട്ട് H6 വരെയുള്ള ആരെ വേണേലും യൂസ് ചെയ്യാം. ഓക്കെ, ഇനിയോ ഒരു സിംഗിൾ സ്ക്രിപ്റ്റിന്റെ അകത്ത് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ വീണ്ടും സ്ക്രിപ്റ്റ് ജാവാ സ്ക്രിപ്റ്റ് ഇൻക്ലൂഡ് ചെയ്ത് വീണ്ടും കൊടുക്കാം, എങ്ങനെ വേണേലും നമുക്ക് കൊടുത്തു വെക്കാം. അപ്പൊ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് ഡബിൾ കോട്ട്സിനുള്ളിൽ ഈ ഇൻഫർമേഷൻ എല്ലാം എഴുതുക. ഈ ഇൻഫർമേഷൻ എഴുതി വരുമ്പോൾ ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ബോൾഡ് ആകണമെങ്കിൽ ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന വേർഡ് ആരുടെ ഉള്ളിൽ കൊടുക്കണം? ബി ടാഗിനുള്ളിൽ കൊടുക്കണം. അതായത് ഇയാളെയും ബി ടാഗിനുള്ളിൽ കൊടുത്തു വെക്കണം, ഇയാളെയും ബി ടാഗിനുള്ളിൽ കൊടുത്തു വെച്ചാൽ നമ്മുടെ ഔട്ട്പുട്ട് ആകും അല്ലെ? ഒന്ന് നോക്കാം. അപ്പൊ ഇത് നോക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് തന്നെ എഴുതാൻ പറ്റുമോ ശ്രമിച്ചു നോക്കുക, എന്നിട്ട് ഇതിലോട്ട് നോക്കുക കേട്ടോ. അപ്പൊ HTML ഹെഡ് ടൈറ്റില് ഒക്കെ കൊടുത്തു വെച്ചു. ഇനി ഇതേ ബോഡിക്കുള്ളിൽ സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഈക്വൽ ടു ജാവാ സ്ക്രിപ്റ്റ്. ഞാനിവിടെ 2 ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റുകൾ യൂസ് ചെയ്തേക്കാം. 2 യൂസ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഒരു സിംഗിൾ ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 2, 3, 4 എത്ര എണ്ണം വേണേലും യൂസ് ചെയ്യാം. ഓരോ സെന്റൻസ് ഇതിൽ കൊടുത്താലും ഒരു കുഴപ്പമില്ല. ഓക്കെ, ആദ്യത്തെ നമുക്ക് എന്നാ ചെയ്യണം? ഹെഡിങ് ആയിരുന്നു, അണ്ടർലൈൻ ചെയ്യണം. അണ്ടർലൈൻ ചെയ്യണോ? യു ടാഗ് യൂസ് ചെയ്യണം. ഹെഡിങ് ആണോ? H1 തൊട്ട് H6 വരെയുള്ള ഏത്? ഞാനിവിടെ H1 കൊടുത്തു വെച്ചേക്കുന്നു. ഇനി അതിൻ്റെ അകത്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ ദ സിമ്പിൾ റെസിപ്പി ഫോർ ഹാപ്പിനെസ് എന്നൊരു മെസ്സേജ് ആയിരുന്നു അല്ലേ? അപ്പോൾ ദേ പരാന്തസിനുള്ളിൽ അത് കൊടുത്തു വെച്ചു. ഇനി ഓരോ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയിട്ട് അവസാനിപ്പിച്ചിരിക്കണം? ഓരോ ജാവാ സ്ക്രിപ്റ്റ് കമാൻഡും സെമിക്കോളൻ ഇട്ട് അവസാനിപ്പിക്കണം. അപ്പോൾ അതാ സെമിക്കോളൻ കൊടുത്തു. ഇനി വീണ്ടും അടുത്തത് ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ്. ഇനി ഒരു പാരഗ്രാഫ് ആയിട്ട് അതിനെ സ്റ്റാർട്ട് ചെയ്യുവാണേ. പാരഗ്രാഫ് ആയിട്ട് ഇൻഫർമേഷൻ സ്റ്റാർട്ട് ചെയ്യണം, നമ്മളെ ഹെൽപ്പ് ചെയ്യണ ആരാ? പി ടാഗ്. അപ്പൊ പി ടാഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു, ഇവിടെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി അതിൻ്റെ അകത്ത് എഴുതേണ്ട കാര്യങ്ങളെല്ലാം എഴുതി കൊടുത്തു. ഇനി നോക്കിയ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്നുള്ള ബോൾഡ് ആയിട്ടായിരുന്നു വേണ്ടത്, ബി ടാഗിനുള്ളിൽ കൊടുത്തു വെച്ചു. അതുപോലെ തന്നെ സ്റ്റംബ്ലിംഗ് ബ്ലോക്സ് എന്നുള്ളതും ബോൾഡാ, അതും ബി ടാഗിനുള്ളിൽ കൊടുത്തു വെച്ചു. സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് എന്നുള്ളതും ബോൾഡ് ആകണമായിരുന്നു, അതും ബി ടാഗിനുള്ളിൽ കൊടുത്തു വെച്ചു. ഓക്കെ, ഇനി സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്തു, കോഡിങ് ക്ലോസ് ചെയ്തു, HTML ക്ലോസ് ചെയ്തു. ഇനി ഉണ്ടല്ലോ ഇവിടെ വേണമെങ്കിൽ ഈ സ്ക്രിപ്റ്റ് ടാഗ് ക്ലോസ് ചെയ്യാം, എന്നിട്ട് വീണ്ടും അടുത്ത സ്ക്രിപ്റ്റ് ടാഗ് യൂസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ എങ്ങനെ വേണേലും മിക്സ് ചെയ്തോ എങ്ങനെ വേണേലും നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഈ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റിനുള്ളിൽ ഇത് കൊടുക്കണമെന്നില്ല, വെളിയിൽ കൊടുത്തിട്ട് സ്ക്രിപ്റ്റ് ടാഗ് കൊടുത്തിട്ട് അത് ക്ലോസ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. എങ്ങനെ വേണേലും നമുക്ക് ചെയ്യാം, നമ്മുടെ ഇഷ്ടം പോലെ എങ്ങനെ വേണേലും നമുക്ക് റെഡിയാക്കി എടുക്കാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് ഒരു ജാവാ സ്ക്രിപ്റ്റ് എന്നാൽ എന്ത്, ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണെന്ന് മനസ്സിലാക്കി. എങ്ങനെ ജാവാ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിനെ നമ്മുടെ HTML ഡോക്യുമെന്റിന്റെ അകത്തോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്ത് നമ്മുടെ വെബ് പേജിന്റെ ബോഡിക്കുള്ളിൽ ജാവാ സ്ക്രിപ്റ്റ് ഉപയോഗിച്ച് എങ്ങനെ ഇൻഫർമേഷൻ ഡിസ്പ്ലേ ചെയ്യാം. ഇത്രയാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. അപ്പൊ ഇന്നത്തെ വീഡിയോ നന്നായിട്ട് കണ്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. താങ്ക് യു.